അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷറഫുദ്ദീൻ, ലീഗൽ അഡ്വൈസർ, ഇബ്രാഹിം അൽ മുസല്ലഹി അഡ്വക്കേറ്റ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ്, മസ്കറ്റ്, ഒമാൻ. എൻ്റെ അടുത്ത് എപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്, എന്താണ് ഈ മെറ്റേണിറ്റി ലീവ് അഥവാ പെറ്റേണിറ്റി ലീവ്? അത് പുതുതായി നിലവിൽ വന്ന പെറ്റേണിറ്റി ലീവ് എന്താണ്, അതേപോലെ മെറ്റേണിറ്റി ലീവിൽ പുതുതായി വന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ട് നിരവധി സ്ത്രീ തൊഴിലാളികളും അതേപോലെ മറ്റുള്ള ആളുകളും എന്നെ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾ 84 ക്ലോസ് 10 ഒമാൻ ലേബർ ലോ, അതായത് പുതുതായി നിലവിൽ വന്ന ഒമാൻ ലേബർ ലോയിലാണ് പെറ്റേണിറ്റി ലീവ് അഥവാ ഈ ഗർഭകാല സമയത്ത് അല്ലെ കുട്ടിയെ പ്രസവിച്ച സമയത്തൊക്കെ ലഭിക്കുന്ന ലീവിനാണ് നമ്മൾ ഈ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. പഴയ നിയമം അനുസരിച്ച് 50 ദിവസം വരെ ആയിരുന്നു ഒരു സ്ത്രീ തൊഴിലാളിക്ക് തൻ്റെ ഗർഭകാല അവധിയായിട്ട് കിട്ടിയിരുന്നത്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ആർട്ടിക്കിൾ 84 ക്ലോസ് 10 പ്രകാരം 98 ദിവസമാണ് ഒരു സ്ത്രീ തൊഴിലാളിക്ക് മെറ്റേണിറ്റി ലീവായി ലഭിക്കുന്നത്. ഈ മെറ്റേണിറ്റി ലീവിലെ 98 ദിവസത്തിലെ ആദ്യത്തെ 14 ദിവസം ഈ കുട്ടി ജനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് എടുക്കാം. ബാക്കി വരുന്ന ദിവസങ്ങൾ കുട്ടി ജനിച്ചതിന് ശേഷം നമുക്ക് എടുക്കാൻ കഴിയും. ടോട്ടൽ 98 ഡേയ്സ് ആണ് ഒരാൾക്ക് മെറ്റേണിറ്റി ലീവായി ഒരു സ്ത്രീ തൊഴിലാളിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. ഈ കാലഘട്ടത്തിലൊന്നും ഈ സ്ത്രീ തൊഴിലാളിയുടെ സാലറി ഒരിക്കലും കമ്പനിക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും എല്ലാം ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് അനുവദിച്ചിട്ടുള്ള, അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ലീവാണ് ഈ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പെറ്റേണിറ്റി ലീവ്? ഇത് പുതുതായി നിലവിൽ വന്നതാണ്. ആർട്ടിക്കിൾ 84 ക്ലോസ് 1 ഈ പെറ്റേണിറ്റി ലീവ് എന്നതിനെ കുറിച്ച് പറയുന്നത്. ഈ പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്ന ലീവാണ്. അതായത് തങ്ങളുടെ ഭാര്യ പ്രസവിച്ച് ഇതിന് ശേഷം വരുന്ന 98 ഡേയ്സിനുള്ളിൽ അയാൾക്ക് 7 ദിവസം വരെ ഭാര്യയെ പരിചരിക്കുന്നതിന് വേണ്ടി അയാൾക്ക് അനുവദിച്ചിട്ടുള്ള ലീവാണ് പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. ഇത് പുതുതായി നിലവിൽ വന്നിട്ടുള്ള നിയമമാണ്. ഈ പെറ്റേണിറ്റി ലീവ് എടുക്കുമ്പോഴും ഭർത്താവിൻ്റെ സാലറിയോ മറ്റോ ആ സമയത്ത് കട്ട് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടി ജനിച്ച് ആ കുട്ടി ജീവനോടെയുള്ള സമയത്ത് 7 ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഭർത്താവിന് കുട്ടി ജനിച്ച 98 ഡേയ്സിനുള്ളിൽ ഏതെങ്കിലും 7 ദിവസം വരെ ഭർത്താവിന് ഭാര്യയെ പരിചരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, പെറ്റേണിറ്റി ലീവ് എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഭാര്യ ജോലി ചെയ്യുന്നില്ല, ഭാര്യ വീട്ടമ്മയായിട്ടാണ് ഒമാനിൽ വർക്ക് ചെയ്യുന്നത് എങ്കിലും ഭർത്താവിന് 7 ദിവസത്തെ പെറ്റേണിറ്റി ലീവിന് അർഹതയുണ്ട്. ഇതാണ് മെറ്റേണിറ്റി ലീവും പെറ്റേണിറ്റി ലീവും. ആർട്ടിക്കിൾ 84 ക്ലോസ് 10 ഒമാൻ ലേബർ ലോയിലാണ് മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 84 തന്നെ ക്ലോസ് 1 പെറ്റേണിറ്റി, ഭർത്താവിന് ലഭിക്കുന്ന പെറ്റേണിറ്റി ലീവിനെ കുറിച്ച് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ കോൺടാക്ട് നമ്പർ 94209107. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.